0-0. İki takım da birbirine henüz bir üstünlük kurabilmiş değil. İkiliyi vurdu. Ağları buluyor. Muhteşem becerilerine oldu. Yolun sonuna geldi. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പിന്നെ സ്വാഗതം. നിങ്ങളൊരു കിക്ക് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്ന പ്ലേയേഴ്സാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കിഡിലൊരു ഫോർമേഷനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫോർമേഷൻ്റെ റിസൾട്ട് കാണിക്കാം. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഈ ഫോർമേഷൻ ഞാൻ കളിച്ചിട്ട് നല്ല കിഡിലുമായിട്ട് നൈസിന് എല്ലാവരെയും 0-യിൽ തന്നെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പെർഫോമൻസ് വരുന്ന ഒരു കിഡിലെ ഫോർമേഷൻ തന്നെയാണ്. അതുതന്നെ കുറച്ചുകൂടെ കളിച്ചാൽ എനിക്ക് ഡിവിഷൻ 1-ലേക്ക് തന്നെ നല്ല പൊളപ്പനായിട്ട് കയറാൻ പറ്റും. ഇപ്പോൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഒരു കിഡിലും ഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുമെങ്കിൽ ഗോളിയെ നിങ്ങളൊരു അറ്റാക്കിങ് ഗോൾ കീപ്പർ തന്നെ ആക്കുക. ഡിഫെൻസീവ് ആക്കിയാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു കളിയിൽ കണ്ടാണ്. ഇത് ഞാൻ കളിച്ച കളിയാണ്. ഓപ്പോസിറ്റ് ടീമിൻ്റെ ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ പറ്റി. അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ടും ഒരു അറ്റാക്കിങ് ഗോൾ കീപ്പറിനെ തന്നെ യൂസ് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നതാണ്. ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറയാൻ റൈറ്റും ലെഫ്റ്റ് ബാക്കാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പറയാൻ റൈറ്റ് ബാക്ക് ഡിഫൻസാണ്. കോണ്ടയുടെ ഈ ഒരു ഗാർഡിയനാണ്, നല്ല കിടിലമാണ്. പിന്നെ ലെഫ്റ്റ് കോസ്റ്റയും ഡിഫൻസ് പക്കയായിരിക്കും. അപ്പോൾ അടുത്ത ഡിഫൻസ് CB2 ഡിസ്ട്രോയറും ബിൽഡപ്പും വെക്കമ്പറും ടോണി ആഡംസിനെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് പറയാൻ ആങ്കർമാനെ തന്നെ ചൂസ് ചെയ്യണം. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, ഒരു AMF ഒരെണ്ണം ക്യാൻറ്റീന്, ഒരെണ്ണം ഒരു നെക്കാറ്റയുടെ ഈ കാർഡുമാണ്. രണ്ടും കിടിലൻ തന്നെയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഹോൾ പ്ലെയർ, ഇതാണ് കിടിലൻ കാർഡ്. സ്കോർ ചെയ്യുന്ന ക്രൂയിഫിൻ്റെ ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. അടുത്ത CF2, ഒന്ന് ഡീപ് ലൈനും ഒന്ന് ഗോൾ പോച്ചറും, എംബാപ്പയും പ്ലസ് മെസ്സി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫോർമേഷൻ. അടുത്ത ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനാണ്. അത് കണ്ട് ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അറ്റാക്കിങ്, 2 അറ്റാക്കിങ്ങും ഒരു ഡീപ് ലൈനും ഒരു കൗണ്ടർ ടാർഗറ്റ്. കൗണ്ടർ ടാർഗറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ വെക്കുക. 2 CF ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫെൻസീവ് പക്കയാണെങ്കിൽ ഒരു ഡീപ് ലൈനും കൊടുത്തിട്ട്, അറ്റാക്കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ മിഡ്ഫീൽഡർ ആയതാണ്. പിന്നെ ആങ്കറിങ് ആയിട്ട് നമ്മുടെ ക്രൂയിഫിനെയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും നല്ല അറ്റാക്കിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സബ് ചെയ്യുക. അതുപോലെ ലൈക്കും വ്യൂസും എല്ലാം ഒന്ന് കൂട്ടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.